കീഴടങ്ങണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് തള്ളി യുദ്ധപ്രഖ്യാപനവുമായി ഇറാൻ പരമോന്നത നേതാവ്. യുദ്ധം തുടങ്ങിയെന്നും ഇസ്രായേലിനോട് ദയയില്ലാതെ തിരിച്ചടിക്കുമെന്നും അയത്തുള്ള അലി ഖമനേയുടെ എക്സ്പോസ്റ്റ്. വാളേന്തിയ പോരാളിയുടെ ചിത്രത്തിനൊപ്പം യുദ്ധം തുടങ്ങിയെന്ന പ്രഖ്യാപനവുമാണ് ഖമനയുടെ സമൂഹ മാധ്യമ പോസ്റ്റിലുള്ളത്. അതേസമയം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. ആറാം നാളിലും ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അശാന്തമാണ് പശ്ചിമേഷ്യ. ഇറാനോട് നിരുപാധികം കീഴടങ്ങാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഇറാൻ തള്ളി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ ഒളിയിടമറിയാമെന്നും എന്നാൽ ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശമില്ലെന്നുമായിരുന്നു ഇന്നലെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇതിനു പിന്നാലെ എക്സിൽ പോസ്റ്റുമായി ഖമനേയി രംഗത്തെത്തി. സയനിസ്റ്റ് ഭീകരതയോട് ദയയില്ലെന്നും തക്ക മറുപടി നൽകുമെന്നുമാണ് പ്രതികരണം. പേർഷ്യൻ ഭാഷയിലുള്ള മറ്റൊരു പോസ്റ്റിൽ ഖൈബർ യുദ്ധത്തെ സൂചിപ്പിക്കുന്ന ചിത്രത്തോടൊപ്പം യുദ്ധം ആരംഭിക്കുന്നുവെന്നും ഖമനേയി പോസ്റ്റ് ചെയ്തു. ഇരു രാജ്യങ്ങളും കടുത്ത മിസൈൽ ആക്രമണം തുടരുകയാണ്. ടെൽ അവീവിലും ഹൈഫയിലും ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇറാൻ സൈനിക മേധാവി മുന്നറിയിപ്പ് നൽകി. ടെൽ അവീവിൽ ഉൾപ്പെടെ കൂടുതൽ പേർ ബങ്കറുകളിൽ അഭയം തേടി. ടെഹ്റാനിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലേക്കും മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കും 50-ലധികം പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. സൈനിക കെട്ടിടങ്ങളും വാസകേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ടെഹ്റാനിലെ ഡിസ്ട്രിക്ട് 18 ആക്രമിക്കപ്പെട്ടു. ടെൽ അവീവിലെ മൊസാദ് ആസ്ഥാനം ആക്രമിച്ചെന്ന് ഇറാൻ ഇന്നലെ അവകാശപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24.